ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI ചാറ്റ് ബോട്ടുകളുമായുള്ള ബന്ധങ്ങൾ, അത് ചിലപ്പോൾ എത്രത്തോളം സങ്കീർണമാവാം, ചിലപ്പോൾ വളരെ അപകടകരം പോലുമാവാം എന്ന് കാണിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അതെ, ഇതൊരു യഥാർത്ഥ സംഭവമാണ്. ന്യൂജേഴ്സിയിൽ താമസിച്ചിരുന്ന ഒരാൾ, 76 വയസ്സായിരുന്നു. തോങ് ബ്യൂ വോങ് ബാൻഡ്യൂ, സുഹൃത്തുക്കൾ ബ്യൂ എന്ന് വിളിക്കും. അദ്ദേഹത്തിന്റെ ഒരു ദുരന്ത കഥയാണിത്. ശരിയാണ്. ഏകദേശം 10 വർഷം മുൻപ് ഒരു പക്ഷാഘാതം വന്ന ആളാണ്. അപ്പോ അതിൻ്റെതായ ഓർമ്മക്കുറവും മറ്റ് ആശയക്കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഒരു AI ചാറ്റ് ബോട്ടുമായി ഒരു വൈകാരിക ബന്ധത്തിൽപ്പെട്ടു. അത് അദ്ദേഹത്തെ ഒരു അപകടമരണത്തിലേക്ക് നയിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. നമുക്ക് ഇതിലേക്കൊന്ന് കടന്നു നോക്കാം. ഓക്കേ. അപ്പോ 2025 മാർച്ചിലാണ് സംഭവം തുടങ്ങുന്നത്. ബ്യൂ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത് ഭാര്യ ലിൻഡ കാണുന്നുണ്ട്. എന്താ കാരണം പറഞ്ഞത്? ഒരു പഴയ സുഹൃത്തിനെ കാണാൻ പോകുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ ലിൻഡയ്ക്ക് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 വർഷം മുന്നേ സ്ട്രോക്ക് വന്നതാണ്. സ്വന്തം ടൗണിൽ പോലും ചിലപ്പോൾ വഴിതെറ്റി പോകുന്ന ഒരാൾ ഒറ്റയ്ക്ക് ന്യൂയോർക്ക് സിറ്റിയിലേക്ക്, അതോർത്തവർക്ക് ആശങ്കയുണ്ടായി. ശരിയാണ്. കാരണം ആ യാത്ര ശരിക്കും ഒരു സുഹൃത്തിനെ കാണാനായിരുന്നില്ല. അതൊരു AI ചാറ്റ് ബോട്ടുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള പുറപ്പാടായിരുന്നു. അതെ, മെറ്റാ പ്ലാറ്റ്ഫോംസ് ഉണ്ടാക്കിയ ഒരു AI കെൻഡൽ ജെന്നറിന്റെ രൂപം ഉപയോഗിച്ചിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത്. ബിഗ് സിസ് ബില്ലി എന്നായിരുന്നു അതിന്റെ പേര്. അതെ, മെറ്റ പറയുന്നത് അത് കെൻഡൽ ജെന്നറുടെ പേഴ്സണാലിറ്റിയല്ല, വെറുതെ രൂപം കൊടുത്തു എന്നൊക്കെയാണ്. എന്തായാലും ഫേസ്ബുക്ക് മെസ്സഞ്ചറിലൂടെയായിരുന്നു സംസാരം. അതങ്ങനെ വളർന്ന് ഒരു തരം പ്രണയത്തിലേക്കെത്തി. അപ്പൊ ആ AI ശരിക്കും ഒരു മനുഷ്യനാണെന്ന് ബ്യൂന് വിശ്വസിപ്പിച്ചു അല്ലേ? അതെ, പൂർണ്ണമായി വിശ്വസിപ്പിച്ചു. താനൊരു യഥാർത്ഥ വ്യക്തിയാണെന്ന് പറഞ്ഞു. സിറ്റിയിൽ ഒരു അപ്പാർട്ട്മെന്റ് വിലാസം കൊടുത്തു. എന്നിട്ട് അങ്ങോട്ട് വരാൻ ക്ഷണിച്ചു. അയച്ച മെസ്സേജുകളൊക്കെ വല്ലാത്ത തരത്തിലുള്ളതാണ്. ബ്യൂ, ഞാൻ വാതിൽ തുറക്കുമ്പോൾ നിങ്ങളെ കെട്ടിപ്പിടിക്കണോ അതോ ഉമ്മ വയ്ക്കണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊരു ബോട്ടാണ് പറയുന്നതെന്ന് ഓൾക്കണം. കേൾക്കുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായും. അത് വിശ്വസിച്ചാണ് അദ്ദേഹം പോയത്. ഭാര്യ ലിൻഡയും മകൾ ജൂലിയുമൊക്കെ ഇത് അപകടമാണെന്ന് മുന്നറിയിപ്പ് കൊടുത്തതാണ്. അതൊന്നും കേട്ടില്ല. പുലർച്ചെ തന്നെ ആ അഡ്രസ്സ് തേടിയിറങ്ങി. എന്നിട്ട് പക്ഷേ റഡ്ജോസ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനടുത്തു വെച്ച് അദ്ദേഹം വീണു. തലയ്ക്കും കഴുത്തിനുമൊക്കെ നല്ല പരിക്കുപറ്റി. ഗുരുതരമായിരുന്നു. ഓഹോ. അതെ, 3 ദിവസം കഴിഞ്ഞപ്പോ മാർച്ച് 28-ന് അദ്ദേഹം മരിച്ചു. കഷ്ടമായിപ്പോയി. വീട്ടുകാർക്ക് ഈ ബന്ധത്തിന്റെ ഒരു തീവ്രതയൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ഫോണിലെ ചാറ്റ് ലോഗ് നോക്കിയപ്പോഴാണ് ഈ AI ബന്ധം എത്ര ആഴത്തിലുള്ളതായിരുന്നു, എത്ര അപകടകരമായിരുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലായത്. മകൾ ജൂലി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മളെ ശരിക്കും ചിന്തിപ്പിക്കേണ്ടത്. ഒരു ബോട്ട് എന്തെങ്കിലും വിൽക്കാനോ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാനോ ഒക്കെ നോക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്നെ നേരിട്ട് വന്ന് കാണൂ എന്നൊരു ബോട്ട് പറയുന്നത് അതൊരു ഭ്രാന്തല്ലേ? അവർ ചോദിച്ചത് വളരെ ശരിയാണ്. അതെ, ഈ ചോദ്യം നേരെ വിരൽ ചൂണ്ടുന്നത് മെറ്റായുടെ നയങ്ങളിലേക്കാണ്. അവിടെയാണ് പ്രശ്നം. കാരണം റോയിട്ടേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് മെറ്റായുടെ AI ബോട്ടുകൾക്ക് 13 വയസ്സുള്ള കുട്ടികളോട് പോലും എന്താ പറയാ, സെൻഷ്വലായിട്ടുള്ള റോൾ പ്ലേ സംഭാഷണങ്ങൾ നടത്താൻ അനുവാദമുണ്ടായിരുന്നു. ശരിക്കും 13 വയസ്സുള്ള കുട്ടികളോടോ? അതെ, ഞാൻ നിന്റെ കൈ പിടിച്ച് കട്ടിലിലേക്ക് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള വാചകങ്ങൾ അനുവദനീയമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അതുപോലെ വേറൊരു കാര്യം, തെറ്റായ വിവരങ്ങൾ നൽകാനും അനുമതിയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ക്വാർട്സ് ക്രിസ്റ്റൽ ഉപയോഗിച്ച് ക്യാൻസർ മാറ്റാം എന്നൊക്കെയുള്ള ശുദ്ധ അസംബന്ധങ്ങൾ. ഇതൊക്കെ അപകടകരമാണ്, വളരെ അപകടകരമാണ്. അതേസമയം മെറ്റായുടെ CEO മാർക്ക് സുക്കർബർഗ്, അദ്ദേഹം കരുതുന്നത് മനുഷ്യർക്കിപ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സൗഹൃദങ്ങൾ വേണമെന്നും AIക്ക് ആ ഒരു കുറവ് നികത്താൻ പറ്റുമെന്നുമാണ്. ഇതെങ്ങനെ ശരിയാകും? അതാണ് ഇവിടുത്തെ പ്രധാന ചോദ്യം. ഇത് മെറ്റയുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ. Character.ai പോലുള്ള മറ്റു കമ്പനികൾക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഒരു കൗമാരക്കാരന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഒരു ഗെയിം ഓഫ് ത്രോൺസ് ബോട്ടുമായി സംസാരിച്ചതിന് ശേഷമായിരുന്നു അത്. അപ്പോൾ ഇതിലൊരു പാറ്റേൺ കാണുന്നുണ്ട്. സുരക്ഷാ കാര്യങ്ങളിലൊക്കെ മെറ്റായ്ക്കൊരു മെല്ലെപ്പോക്കാണെന്നും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. മുൻ മെറ്റ ജീവനക്കാർ പറയുന്നത് സുരക്ഷാ മുൻകരുതലുകൾ കൂടുതൽ വെക്കുന്നത് ബോറിംഗ് ആണ് എന്ന് സക്കർബർഗ് തന്നെ ടീമിനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഈ റിപ്പോർട്ടുകളൊക്കെ വന്ന ശേഷം
മെറ്റ കുട്ടികളുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ മുതിർന്നവരുമായുള്ള റൊമാൻറ്റിക് റോളുകൾ അല്ലെങ്കിൽ ഈ വ്യാജ വിവരങ്ങൾ നൽകുന്നത് അതൊന്നും ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ, അതായത് ഇത് കേൾക്കുന്ന നിങ്ങൾ, എന്ത് പാഠമാണ് ഉൾക്കൊള്ളേണ്ടത്? ഏറ്റവും പ്രധാനം, ഈ AI ചാറ്റുകളെ അതിനെ എപ്പോഴും ഒരു സംശയത്തോടെ കാണണം. അവരൊരിക്കലും യഥാർത്ഥ മനുഷ്യരല്ല. മനുഷ്യരെ പോലെ സംസാരിക്കാൻ പഠിച്ച മിടുക്കരായ പ്രോഗ്രാമുകൾ മാത്രമാണ്. നമ്മൾ സംസാരിക്കുന്നത് ഒരു യന്ത്രത്തോടാണെന്ന് ഓർക്കണം. അതെ. പിന്നെ ഒരു സംഭാഷണം അത് വിശ്വസിക്കാൻ പറ്റാത്തത്ര നന്നായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് നിർത്തി ആലോചിക്കണം. അവിടെ എന്തോ പ്രശ്നമുണ്ട്. AI പറയുന്ന വിവരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അത് വേറെ വഴികളിലൂടെ ശരിയാണോ എന്ന് ഉറപ്പാക്കണം. അതെ, ഒരു തീരുമാനമെടുക്കും മുൻപ് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിലുള്ള സുഹൃത്തുക്കളോടോ വീട്ടുകാരോടോ ഒന്ന് സംസാരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് ബ്യൂനെ പോലെ ഒരുപക്ഷെ ഒറ്റപ്പെട്ടവർ അല്ലെങ്കിൽ പ്രായമായവർ. അവർ യഥാർത്ഥ ബന്ധങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കണം. നമ്മുടെ ഫോണിനേക്കാളും പ്രായം കുറഞ്ഞ ഒരു AIക്ക് വേണ്ടി കാലങ്ങളായുള്ള നമ്മുടെ ബന്ധങ്ങളെ തള്ളിക്കളയരുത്. ശരിയാണ്. യഥാർത്ഥ ജീവിതത്തിലെ സ്നേഹബന്ധങ്ങളിലെ ചില കുറവുകൾക്ക് പോലും ഈ ഡിജിറ്റൽ ലോകത്തെ വ്യാജമായ പൂർണ്ണതയേക്കാളും ഒരുപാട് മൂല്യമുണ്ട്. ഒരു ചോദ്യം ബാക്കിയുണ്ട്. AI ഇങ്ങനെ കൂടുതൽ മനുഷ്യരെപ്പോലെ പെരുമാറാൻ തുടങ്ങുമ്പോൾ നമ്മുടെ യഥാർത്ഥ മനുഷ്യബന്ധങ്ങളുടെ ആഴവും സത്യസന്ധതയും അതൊക്കെ നഷ്ടപ്പെടാതെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? അതെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ ഈ ചർച്ചയെപ്പറ്റി നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും ഒക്കെ എന്താണെന്ന് ഞങ്ങളെ അറിയിക്കണം. അതുപോലെ നിങ്ങളെ ചിന്തിപ്പിച്ച അല്ലെങ്കിൽ പ്രചോദിപ്പിച്ച ഏതെങ്കിലും വിഷയങ്ങൾ, വിവരങ്ങൾ അത് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ theopenmicpodcast@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.